ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്നും ഇന്നലെയും എത്ര ദിവസമായി തുടങ്ങിയെന്നറിയില്ല കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് KT ജലീലും PK ഫിറോസും തമ്മിലുള്ള ഒരു വാദപ്രതിവാദം വിഷയം. അതായത് KT ജലീൽ PK ഫിറോസിനെതിരെ ആരോപിച്ചിരിക്കുന്നത് ഒരു ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തെറ്റായിട്ട് ഉണ്ടാക്കുന്ന പണം അത് വിദേശത്തേക്ക്, അതായത് UAE കൊണ്ടുപോയിട്ട് അവിടെ എന്തോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അവിടെ എന്തോ ഒരു വിർച്വൽ കമ്പനി, അതായത് നമ്മൾ ഫിസിക്കലായിട്ട് അവിടെ പോയി വർക്ക് ചെയ്യേണ്ട, ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി, അങ്ങനെ ഒരു കമ്പനിയിൽ എന്തോ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു ആളാണ് ഈ PK ഫിറോസ് എന്നുള്ളതാണ് പറയുന്നത് KT ജലീൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് മറ്റൊരു വരുമാനവും മറ്റൊരു ജീവിതമാർഗ്ഗവും ഒന്നും ഉണ്ടാകുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ KT ജലീൽ പറഞ്ഞത് എന്തോ തെറ്റായിട്ടുള്ള ഒരു രീതിയിൽ സമ്പാദിച്ചിട്ട് ഇവിടുന്ന് സമ്പാദിച്ചത് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നൊക്കെയാണ്. ഇപ്പോൾ KT ജലീലിനെതിരെ PK ഫിറോസ് ഒരു ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. അതായത് KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സർവകലാശാല അഴിമതി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണെങ്കിലും അവർ പറഞ്ഞ് തീർക്കട്ടെ. ഇനി അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഗവൺമെൻറ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ന്യൂനപക്ഷ സംഗമം കൂടി നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ LDF ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ടേം ആണല്ലോ. ഫസ്റ്റ് ടേമിനെ കുറിച്ച് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ നല്ല ഒരു മതിപ്പ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ അത് അവരുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടാണോ അതോ അവരുടെ വിധി അങ്ങനെ ആയതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും സെക്കൻഡ് ടേമിൽ അത്ര നല്ല ഒരു മതിപ്പ്, ഒരു ഇമ്പ്രഷൻ അല്ല ആൾക്കാർക്ക് അവർക്കിടയിൽ ഉള്ളത്, ആൾക്കാർക്ക് ഗവൺമെൻറ്റിനോടുള്ളത് എന്നുള്ളതാണ്. അത് അവർക്കിടയിലുള്ള കക്ഷികൾ തന്നെ പറയുന്നുണ്ട്. അതാണ്